നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നാടിന്റെ ആദരാഞ്ജലി. പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് 2 മുതൽ 5 വരെ ആഘോഷിക്കും. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം കാശ്മീർ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്കായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരം മെഴുകുതിരി ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ നേർന്ന ഭീകരവിരുദ്ധ പ്രതിജ്ഞ സന്ദേശവും നൽകി. ബ്ലോക്ക് കോൺഗ്രസ് നാട്ടിക വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരം നടന്ന അനുസ്മരണ പരിപാടി DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CG അജിത് കുമാർ, VD സന്ദീപ്, TV ഷൈൻ, സന്ധ്യ ഷാജി, PC ജയപാലൻ, രഹന ബിനീഷ്, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഭീകരാക്രമണത്തിൽ ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ 28 പേരോളം കൊല്ലപ്പെട്ടു. നമ്മുടെ മലയാളിയും ആയ രാമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവും ആണ് ഇവിടെ പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയും മകളും 2 കുട്ടികളും ജീവനോടെ അവർ തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞു. അദ്ദേഹം അവിടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. കോതകുളം സെന്ററിൽ മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ മുഖ്യപ്രഭാഷണം നടത്തി. CR അറുമുഖൻ, CV വികാസ്, MM ഇക്ബാൽ, സുമേഷ് പാനാട്ടിൽ, സുജിൽ കരിപ്പായിൽ, ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ്, MA സലീം, ഇസ്മയിൽ അറക്കൽ, UR രാകേഷ്, ഷിബു നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. നഷ്ടപ്പെടുത്തിയ ഭീകരവാദികൾ അവരെല്ലാം നമുക്ക് വളരെയധികം വേദനകരമായ അന്തരീക്ഷമാണ്. കാരണം ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ, ഭീകരവാദികളുടെ ആക്രമണം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും നിലാവ് സാംസ്കാരിക വേദി കർമ്മശ്രേഷ്ഠ പുരസ്കാരം സാമൂഹിക പ്രവർത്തകൻ RM മനാഫിന്. നിലാവ് സാംസ്കാരിക വേദി 11ാം വാർഷിക പുരസ്കാരം സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെ പ്രവർത്തനത്തിന് സാമൂഹിക പ്രവർത്തകൻ RM മനാഫിന് നൽകും. ഏപ്രിൽ 30 ബുധനാഴ്ച 4:30 തിരുവനന്തപുരം പ്രൊഫസർ N കൃഷ്ണപിള്ള സ്മാരക ഹാളിൽ വെച്ച് IB സതീശൻ MLA അധ്യക്ഷതയിൽ വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം നൽകും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിലെ 97ാം നമ്പർ അംഗനവാടിയിൽ 42 വർഷം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച PR ശൈലജ ടീച്ചർക്ക് സമുചിതമായ യാത്രയയപ്പ് നൽകി. കരയാമുട്ടം SI LP പള്ളിപ്പുറം സ്കൂൾ അങ്കണത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെനിത ആഷിഖ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തപതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, വാർഡ് മെമ്പർമാരായ ഫാത്തിമ സലീം, അനിത കാർത്തികേയൻ, അജ്മൽ ഷെരീഫ്, അനിത പ്രഹർഷൻ, കരയാമൂട്ടം മഹൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, സംഘാടക സമിതി രക്ഷാധികാരികളായ ദേവദാസ് ഈരേഴത്ത്, OK അബൂബക്കർ, കോർഡിനേറ്റർ PM അബ്ദുൽ ഗഫൂർ, കൺവീനർ AC സൂരജ്, സജി കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. നമുക്ക് ആർക്കും പറയാതെ തന്നെ അറിയാം, ഒരു മാതൃകപരമായ ഒരു പ്രവർത്തന ശൈലിയാണ്. മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് പഴയ കാലത്തൊക്കെ ടീച്ചർമാർ യാത്രയപ്പ് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ കഷ്ടപ്പാടും ദുരിതത്തിനെ കുറിച്ച് പറയാറുണ്ട്.
ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഈ രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലി നമ്മുടെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട ടീച്ചർമാരുടെയും അവരുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെയും എല്ലാം വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് ഇന്ന് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെയും പ്രവർത്തന ശൈലി എന്നുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എത്തിച്ചേർന്നുള്ള ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളപ്പാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടായി. അപ്പൊ കടൽ തീരത്താണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടന്നത്. അപ്പൊ ആ ഫംഗ്ഷന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കക്ഷിയെ കാണാൻ എല്ലാവരും കലാ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ വീഴ്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന വേടനെ കാണാൻ ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് പറയാൻ കഴിയില്ല, അതിന് അത്രമാത്രം. ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ധർണയും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനയും നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ ജില്ലാ സെക്രട്ടറി സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. PT ശ്രീകുട്ടൻ, AK ചന്ദ്രശേഖരൻ, സുരേഷ് ഇയാനി, സിദ്ധാർത്ഥൻ ആലപ്പുഴ, ദയാനന്ദൻ ഏറാട്ട്, സിജിത് കരുവത്ത്, ഷൈബു പുള്ളിപ്പറമ്പിൽ, അംബിക ടീച്ചർ, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, PK ബേബി, ജ്യോതിദാസ്, ജയപ്രകാശ് SK, ശ്രീധരൻ, ശിവരാമൻ എരനെഴുത്ത്, സ്മിത ശ്രീനി, ചന്ദ്രൻ പണിക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പറഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരന്മാരെ, ഇതിനും നിങ്ങളുടെ ഈ വേദനയ്ക്കും ഞങ്ങൾ സർക്കാർ മറുപടി ചോദിക്കും, പകരം ചോദിക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് തരാനുള്ള വാഗ്ദാനം. വിനോദസഞ്ചാരത്തിനെത്തിയ, വളരെ സന്തോഷത്തോടുകൂടി കുടുംബാംഗങ്ങളോടുകൂടി ഒത്തുചേരാനെത്തിയ ആ ഒരു കൂട്ടത്തെയാണ് വളഞ്ഞിട്ട് പണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയതുപോലെയുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ അവിടെ നടന്നത്. അതിൽ വളരെയധികം വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾക്ക് TV-യിലൂടെ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 26 മെഴുകുതിരികൾ കത്തിച്ച് ആദരാഞ്ജലികൾ നേർന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നടത്തിയ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മെഴുകുതിരികൾ കത്തിച്ചു നൽകി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആന്റോ തറയൻ, ട്രഷറർ VK പ്രദീപ്, ജനറൽ സെക്രട്ടറി CR രാജൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയ് ആന്റണി, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ, KPCC വിചാർ വിഭാഗ് മണ്ഡലം ചെയർമാൻ വിനോഷ് വടക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു. ജമ്മു കാശ്മീർ എന്ന അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. മരണപ്പെട്ടവരൊക്കെ നമുക്കറിയാം. കേരളത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, വിദേശികളുണ്ട്, ഇന്ത്യയിലുള്ള ആളുകളുണ്ട്. ഒക്കെ ഇതൊന്നും നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാരുകൾ അവിടുത്തെ നിയമപരീക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കും. തൃപ്രയാറിലെ ബാറിൽ വെച്ച് നടന്ന അടിപിടിയിൽ മധ്യവയസ്കന് പരിക്കേറ്റു. കണ്ണൂർ ചെറുവണ്ണി സ്വദേശി അമ്പലം റോഡ് സുനിൽകുമാറിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ ദയ എമർജൻസി കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അക്കിലോല പൂവൻ കുത്തി കണ്ണിലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പ സി എന്താണത്?
ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിൻ്റെ ഒപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ് കിട്ടും. അർച്ചന സിൽക്സ് ട്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. തിരികെ വാർത്തകളിലേക്ക്. ഭീകരർ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ മെഴുകുതിരി കത്തിച്ച ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യോഗവും ഭീകരവിരുദ്ധ സത്യപ്രതിജ്ഞയും നടത്തി. അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MK നൂറുദ്ദീൻ ഭീകരവിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ മുൻ വക്താവ് KA ഹാഷിം, KV സിജിത്ത്, ഗിൽസ തിലകൻ, സുഗന്ധിനി ഗിരീഷ്, PD ബെന്നി, CM രഘുനാഥ്, ഷീജ ടീച്ചർ, PV ഉണ്ണികൃഷ്ണൻ, നവാസ് അമ്പലത്ത്, മുജീബ്, AA മുഹമ്മദ്, രഘുനന്ദനൻ വാഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് 2 മുതൽ 5 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി 25 ആരംഭിച്ചു. നവനാൾ തിരുകർമ്മങ്ങൾ ഏപ്രിൽ 25 വെള്ളിയാഴ്ച ആരംഭിക്കും. തിരുനാൾ കൊടിയേറ്റം ഏപ്രിൽ 27 ഞായറാഴ്ച വൈകിട്ട് 5 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിക്കും. പ്രസിദ്ധേന്തി വാഴ്ച, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം എന്നിവ മെയ് 2 വെള്ളിയാഴ്ച വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കും. ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിക്കും. അന്നേ ദിവസം പഴുവിൽ മതസൗഹൃദ കൂട്ടായ്മ സമ്മേളനവും നടക്കും. മെയ് 3 ശനിയാഴ്ച ഇടവകപ്പള്ളിയിൽ വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷ, തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പുകൾ മെയ് 2, 3, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും. തിരുനാൾ ദിനമായ മെയ് 4 ഞായറാഴ്ച രാവിലെ 6:30 ഇടവകപ്പള്ളിയിലും 8-നും 10:30 വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അടിമ സമർപ്പണം രാവിലെ 10-നും ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന രാവിലെ 10:30 ആയിരിക്കും ഉണ്ടായിരിക്കുക. വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഇടവകപ്പള്ളിയിലേക്ക് പ്രദക്ഷിണം നടക്കും. മെയ് 3 ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയും മെയ് 4 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേർച്ചയൂട്ട് ഉണ്ടായിരിക്കും. മെയ് 5 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ആലപ്പുഴ ഭീമാസ് ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. 8-ാം ഇടം മെയ് 11 ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, മാനേജിംഗ് ട്രസ്റ്റി ടിൻഡോ ജോസ്, തിരുനാൾ ജനറൽ കൺവീനർ ആന്റൺ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ സ്റ്റീഫൻ ലാസർ, PRO ടെബി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മനോഹരമായ ഈ വർഷത്തെ തീരുന്ന 2025 മെയ് 2, 3, 4, 5 തീയതികളിൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിലായി ആഘോഷത്തോടെ നടത്തപ്പെടുകയാണ്. ഷാരോൺ ഫെല്ലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ജനറൽ കമ്മിറ്റിയും ഇവാഞ്ചലിസം ബോർഡിന്റെയും ചുമതലയിൽ ലഹരി വിമോചന സന്ദേശയാത്ര നടത്തി. ഒളരിയിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്രയ്ക്ക് ഷാരോൺ ചർച്ച് തൃശൂർ വെസ്റ്റ് സെന്റർ പാസ്റ്റർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ AD ബിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പാസ്റ്റർമാരായ സാംസൺ P. തോമസ്, സാംജി കോശി, ജോൺസൺ C. സാം, KK അഭിലാഷ്, മാത്യു B. ജോസഫ്, ജോൺ പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് BJP വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. BJP മണലൂർ മണ്ഡലം ട്രഷറർ ദിവിൻ ദാസ് P, BJP സ്റ്റേറ്റ് കമ്മിറ്റി അംഗം J. രമാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KB ശ്രീജിത്ത്, ആശാ ഗോകുൽദാസ് എന്നിവർ സംസാരിച്ചു. ഈ മാസം 25 മുതൽ 28 വരെ ഇസ്രയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന സയൻസ് ഫെസ്റ്റിവൽ ബ്രെയിനിയാക്സ് സജ്ജീകരിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. ഇസ്ര, മദീനത്തുന്നൂർ ക്യാമ്പസ്, മസ്ഹറുൽ ഖുർആൻ അക്കാദമി, ഇമാം ഗസാലി മോഡൽ അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ സയൻസ് മുഖ്യ ആകർഷണമായി വിവിധ പരിപാടികൾ ഒരുക്കും. ഇസ്ര വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ നിർമ്മിതികൾക്ക് പുറമെ ഗവേഷണ പഠനങ്ങൾക്ക് അവസരമുണ്ടാകും. വിവിധ സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, ഈവനിംഗ് ടോക്കുകൾ, സയൻസ് എക്സ്പോ, സയൻസ് പഠനയാത്ര എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഉബൈദുള്ള നൂറാനി അസഗാഫി ചീഫ് കോർഡിനേറ്ററും നവി മുഖദ്ദസ് കൊടുങ്ങല്ലൂർ, സുഹൈൽ കുടക്, മുഹമ്മദ് കണ്ണൂർ, മിദ്ലാജ് വേങ്ങര, ജാബിർ കോഡു, യാസിൻ കോടാലി, ഫായിസ് എടത്തിരുത്തി, റയാൻ ഗുരുവായൂർ, ഉവൈസ് എടത്തിരുത്തി എന്നിവർ അംഗങ്ങളായും സംഘാടക സമിതി രൂപീകരിച്ചു. ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം ഇസ്ര ഖത്തർ കമ്മിറ്റി വർക്കിംഗ് സെക്രട്ടറി അഫ്സൽ വാടാനപ്പള്ളി പ്രകാശനം ചെയ്തു. ജമ്മു കാശ്മീർ പഹൽഗാമിൽ ഭീകരവാദി ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രദീപ് കാണാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാനിന, ഷൈജു ഇയാനി, സുധീർ പൊറ്റേക്കാട്ട്, ഗിരീഷ് ചിറയത്ത്, മിനി അനിൽകുമാർ, CB ചവറാട്ടിൽ, ബിജുലാൽ, ഗോപി കൊച്ചത്ത്, ഗോപി മാമ്പുള്ളി, സുധീഷ്, VV ബിജു, അനിൽകുമാർ CS, ബാലൻ പുളിയന്ത്ര, രഘു ഒരിപ്പറമ്പിൽ, പ്രസീത, സിന്ധു ചന്ദ്രബോസ്, രാജേന്ദ്രൻ കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. 31 വയസ്സുള്ള വലപ്പാട് മുത്തങ്ങാടി എടച്ചാലിൽ പ്രഭുവാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതിയിൽ നിന്ന് വിൽപ്പനയ്ക്കായി പൊതികളിലാക്കി സൂക്ഷിച്ചിരുന്ന 200 ഗ്രാം കഞ്ചാവ് പിടികൂടി. വ്യാഴാഴ്ച രാവിലെ വലപ്പാടുള്ള പ്രതിയുടെ വീടിന് സമീപത്തു നിന്നാണ് കഞ്ചാവുമായി പിടിയിലായത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും 500 രൂപയ്ക്കാണ് പൊതികൾ വിൽക്കുന്നതെന്ന് പ്രതി പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ VJ സുനിൽകുമാർ, KV ഹരിദാസ്, പ്രിവന്റീവ് ഓഫീസർ KK ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MR മധു, TK അബ്ദുൽ നിയാസ്, EG സുമി, V രാജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ലഹരി വ്യാപനം തടയുന്നതിനായി വാടാനപ്പള്ളി എക്സൈസ് നടത്തിയ പരിശോധനയുടെ ഭാഗമായി നാട്ടിക AKG നഗറിലെ മേലെ ചെറുവിള സൂരജന്റെ വീടിന് പുറകിലായി നട്ടുവളർത്തിയിരുന്ന 11 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസെടുത്തിരുന്നു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. കിഴുപ്പിളിക്കര SNSA LP സ്കൂൾ അധ്യാപിക ലിസ ഷാജിയുടെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ സ്നേഹത്തൂവലിന്റെ പ്രകാശനം ഞായറാഴ്ച രാവിലെ 10-ന് അങ്കമാലി വ്യാപാര ഭവനിൽ നടക്കും. ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം, കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഫൗസിയ കാൽപ്പാട്ട്, ഷീബ രാമചന്ദ്രൻ, ശിവപ്രിയ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും. ഇരിഞ്ഞാലക്കുട വെള്ളാനി സ്വദേശിയായ ലിസ ഷാജി എടത്തുരുത്തി ജെയിംസിന്റെയും ലൂസിയുടെയും മകളാണ്. ഭർത്താവ് KB ഷാജി, മക്കൾ ആൽഫി, അന്ന. ജീവിത സുഗന്ധി എന്ന പേരിൽ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങളും എഴുതാറുണ്ട്.
ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. ബിഗ് അക്ഷയ തൃതീയ ഓഫർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാറിൽ. അക്ഷയ തൃതീയയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വർണ്ണ കോയിൻ, സിൽവർ കോയിൻ, പട്ടുസാരി തുടങ്ങി കൈ നിറയെ സമ്മാനങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഗോൾഡ് റേറ്റിന്റെ 3% മാത്രം നൽകി കുറഞ്ഞ റേറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ സുവർണാവസരം. ഡയമണ്ട് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 1 ലക്ഷത്തിലധികം ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ നീണ്ട നിര. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാർ ജംഗ്ഷൻ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലോക പുസ്തക ദിനത്തിനോടനുബന്ധിച്ച് നടുവിൽക്കര BVLP സ്കൂളിൽ 3 ദിവസത്തെ അവധിക്കാല പരിശീലന ക്യാമ്പ് കുഞ്ഞിണിക്കൂടാരത്തിന് തുടക്കമായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം MS സുജിത് അധ്യക്ഷനായി. ഷീമ ടീച്ചർ, ജനനയന അംഗം റോഷൻ, പ്രധാനാധ്യാപിക ജീന ജോസ്, അധ്യാപകരായ A ജാഫർ, ജിജോ തമ്പി, ആതിര NA എന്നിവർ സംസാരിച്ചു. മലയാള ഭാഷാ കേളികൾക്ക് PB സജിത ടീച്ചർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം വാടാനപ്പള്ളി ആർഷ യോഗ ഗുരുകുലത്തിൽ യോഗ പരിശീലന ക്ലാസും പട്ടം പറത്തലും നടന്നു.
ഖത്തർ പ്രവാസിയും നാടിൻ്റെ സാമൂഹിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായി നിലകൊണ്ടിരുന്ന CM സുരേഷ് മാധവൻ 1ാം ചരമവാർഷികത്തിൽ ഖത്തർ വാടാനപ്പള്ളി പ്രവാസി മതേതര കൂട്ടായ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ വാബ്സ ജനറൽ സെക്രട്ടറി ജലാൽ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മുൻ MP TN പ്രതാപൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, CB സുനിൽകുമാർ, KM വിശ്വംഭരം മാസ്റ്റർ, MA മുസ്തഫ, AM സനൌഫൽ, VD പ്രേംപ്രസാദ്, CP രാജേന്ദ്രകുമാർ, സുബൈദ മുഹമ്മദ്, AT ഷബീർ അലി, PM ഖാലിദ്, മുഹമ്മദ് ഹാഷിം, CP ജയപ്രകാശ്, ജിഷ ജോർജ്, ജുബുമോൻ, ദിനേശ് എന്നിവർ സംസാരിച്ചു. വാബ്സ ഖത്തർ അംഗങ്ങളും സുരേഷ് മാധവന്റെ കുടുംബവും സുഹൃത്തുക്കളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. 40 വർഷങ്ങൾക്ക് 85-86 40 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 17-18 വയസ്സ് മാത്രമുണ്ടായിരുന്ന ചൂച്ചുവിനെ, സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ കഴിഞ്ഞു നിൽക്കുന്ന ചൂച്ചുവിനെ അന്നു മുതൽ ഊർജ്ജസ്വലതയുടെ ഒരു അടയാളം കൂടിയായിരുന്നു ചൂച്ചു. മാധവ മാസ്റ്റർ വീട്ടിലേക്ക് വരുന്ന മാധവ മാസ്റ്റർ അധ്യാപകനും നമ്മുടെ നാട്ടിലൊരു പൊതുപ്രവർത്തകനുമായിരുന്നു. മാധവ മാസ്റ്റർ വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും ഒരുപക്ഷെ മാധവ മാസ്റ്റർ മറ്റ് 2 ആൺമക്കളും കൂടി ഉണ്ടാകാനിടയുണ്ട്. അവരെക്കാൾ ഊർജ്ജസ്വലമായി ആലിംഗനം ചെയ്തിരുന്നത് ചൂച്ചുവിനെയാണ്. അതിന് കാരണം ആ 15-16 വയസ്സുകാലത്ത് തന്നെ ചൂച്ചു ഒരു എനർജിയുടെ അടയാളം കൂടിയായിരുന്നു, ഊർജത്തിൻ്റെ അടയാളം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ മനസ്സിലേക്ക് ചൂച്ചു കടന്നു വരാനിടയായത്. പിന്നീട് നാട്ടിക ശ്രീനാരായണ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന വന്ന കാലം മുതൽ ചൂച്ചു സജീവമായൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ എല്ലാവരോടും സൗഹൃദം കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. ബാലസംഘം മണലൂർ ഏരിയ വേനൽ തുമ്പി സ്വീകരണം കാഞ്ഞാണി ശ്രീശങ്കര ഷെഡിന് സമീപം നടന്നു. ലഹരി വിരുദ്ധ ക്ലാസ് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് ക്ലാസ് എടുത്തു. തുടർന്ന് ബാലസംഘം കൂട്ടുകാരുടെ കലാപരിപാടികൾ അരങ്ങേറി. KV ഡേവിസ്, PS പ്രസാദ്, NRS ബാബു, ജനാർദ്ദൻ മണ്ണുമ്മൽ, സിജി മോഹൻദാസ്, വിലാസിനി വേണുഗോപാൽ, സുധർമ്മൻ ചിരുകണ്ടത്ത്, PK അരവിന്ദൻ, CR രമേശ്, MV ഷാജി, മാധവ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം 6ാം വാർഡിൽ ഇന്ദിരാജി റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. 5,85,000 രൂപ വിനിയോഗിച്ച് 125 മീറ്റർ നീളത്തിലാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, മുൻ പഞ്ചായത്ത് അംഗം CJ ജോഷി, KV അബ്ദുൽ മജീദ്, അനസ് അബൂബക്കർ, TK ഉമർ, KV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ഇടവകയുടെ നവീകരിച്ച സെന്റ് ആന്റണീസ് കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ, സെക്രട്ടറി ഫാദർ ജോർജി തേലപ്പിള്ളി കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി, കൈക്കാരന്മാരായ മണി കുരുതുകുളം, ആന്റണി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. രൂപം ഞാൻ ഇന്ന് ജസ്റ്റിനോടും മണിയൊക്കെ പറയായിരുന്നു. യോസെഫിന്റെ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കി കുരിശു പിടിച്ചിട്ടുള്ള രൂപം അവരെവിടെയും കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ലാതെ ഈ പള്ളിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ കുരിശു പിടിച്ചിട്ടുള്ള രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ല. ആശാരിപ്പണിക്കാരനായിട്ടുള്ള വിശുദ്ധ യോസേപ്പിതാവ് യേശു കുരിശിൽ കിടന്ന് മരിക്കേണ്ടി വരുമെന്നുള്ള ദീർഘദർശനത്തോടുകൂടെ ആ കുരിശ് കയ്യിലേന്തി മാലാഖയുടെ കൂടെ നിൽക്കുക. ഇത് ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് നമുക്ക് കണക്കൂട്ടാം. നമ്മുടെ ജീവിതങ്ങളിൽ കുരിശുകളുണ്ടാവും. അപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ദൈവം മാലാഖയായിരിക്കും. എടമുട്ടം SVUP സ്കൂളിൽ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് BS പ്രിജിനി അധ്യക്ഷയായി. പ്രധാനാധ്യാപിക മഹിജ, MB ദിനേശൻ മാസ്റ്റർ, മാനേജർ CP ശാന്തകുമാരി, സ്റ്റാഫ് പ്രതിനിധി സിറാജ് മാഷ് എന്നിവർ സംസാരിച്ചു. പേപ്പർ ക്രാഫ്റ്റ് പരിശീലനം, ഫുട്ബോൾ പരിശീലനം, ഇലക്ട്രോണിക്സ്, ശാസ്ത്ര പരീക്ഷണങ്ങൾ, കാലിഗ്രാഫി എന്നിവ ക്യാമ്പിലുണ്ടാകും. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ മഹിജ ടീച്ചർ നമ്മുടെ കാര്യങ്ങൾ 3 ദിവസത്തെ
ക്യാമ്പിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ട് ഈ 3 ദിവസത്തെ ക്യാമ്പ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാ മക്കളും ഓൺലൈൻ ഗെയിമിലും ലഹരിയിലേക്കൊക്കെയാണ് പോകുന്നത്. നമുക്കതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് മെറ്റീരിയൽ ആയിക്കോട്ടെ, അത് നമ്മുടെ വീട്ടിലെ അമ്മമാരും കൂടി നമ്മളെ സഹായിക്കണം വേണ്ട. കാര്യം ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടന്റെ ഈ മാസത്തെ ഓണറേറിയം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈമാറി. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഭവന നിർമ്മാണം നടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ധനസഹായം നൽകിയത്. ഇതുൾപ്പെടെയുള്ള ബഗീഷ് പൂരാടന്റെ എല്ലാ ഓണറേറിയവും സേവന പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ചടങ്ങിൽ പ്രേമദാസ് പുളിക്കൽ, ഷൺമുഖൻ മയൂർ, മീന, അപർണ എന്നിവർ പങ്കെടുത്തു. അവർക്ക് ഈ ഓണറേറിയം നൽകാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ നാടും കൂടിയാണ്. ഓരോ പ്രാവശ്യവും നമ്മളുടെ ഓണറേറിയം അത് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു സംതൃപ്തിയാണ് എൻ്റെ ഇതുവരെയുള്ള ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ മെമ്പർ എന്ന നിലയിൽ എനിക്കുള്ള എൻ്റെ ജീവിതത്തിലുള്ള ഒരു സന്തോഷവും. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണയും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനയും നടത്തി. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ, നാട്ടിക മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ, സൗമ്യൻ നെടിയിരിപ്പിൽ, കാർത്തികേയൻ, VD രാജു, സുനിൽ തൈവളപ്പിൽ, പവിത്രൻ വാലിപ്പറമ്പിൽ, അജിത് കാരയിൽ തെക്കൂട്ട്, നമിൽ ശങ്കർ, സന്ദീപ് കുട്ടിയാട്ടിൽ, PV നന്ദൻ, രഘുലാൽ, K സോമദത്തൻ, ഉണ്ണികൃഷ്ണൻ ആളുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വടനപ്പള്ളി പരേതനായ നാലകത്ത് വടക്കയിൽ അബ്ദുറഹ്മാൻ മകൻ സുബൈർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഭാര്യ ഷഹർബാൻ, മക്കൾ ഷഫാന, സഫ, ഷിഫ, മരുമക്കൾ ഫസൽ, റഹ്മാൻ, നിജുമുദ്ദീൻ, സഹോദരങ്ങൾ സലീം, അൻവർ, റഫീഖ്, ആബിദ, സിദ്ദീഖ്. ഖബറടക്കം തെക്കേ ജുമായത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നാടിന്റെ ആദരാഞ്ജലി. പഴുവിൽ വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് 2 മുതൽ 5 വരെ ആഘോഷിക്കും. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.